അപ്പോൾ കുട്ടികളെ, നമ്മളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യായി. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു റിവിഷൻ ചെയ്ത് നോക്കാം അല്ലേ. ഒന്നാമത്തെ പാഠമായിട്ടുള്ള ഖുലേ ദിൽസേ എന്നുള്ള പാഠത്തിൽ നിന്ന് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ആദ്യത്തത് ഒരു കവിതയാണ്. കവിതേൻ്റെ പേരെന്തായിരുന്നു, ഓർമ്മയുണ്ടോ? അങ്ങനെ മറക്കാനൊന്നും വഴിയില്ല, ഇപ്പോൾ കുറച്ച് പാഠങ്ങളല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ പാഠത്തിൻ്റെ പേര് നീലി ചിടിയ അല്ലേ. നീലി ചിടിയ എന്നുള്ളൊരു കവിതയാണ്. ആരെഴുതിയ കവിതയായിരുന്നു ഇത്? ഹരിവംശ റായ് ബച്ചൻ എഴുതിയ കവിതയായിരുന്നു ഇത് അല്ലേ. നീലി ആസമാൻ സേ ഉതരി നീലി ഏക്ക് നിരാലി ചിടിയ. കവിത ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലേ. നീലാകാശത്തു നിന്നും ഒരു വ്യത്യസ്തമായ ഒരു പക്ഷി ഇറങ്ങി വന്നു എന്നാണ് പറയുന്നത്. നീലാകാശത്തു നിന്നും പറന്നിറങ്ങി വന്നു എന്നാണ് പറയുന്നത് അല്ലേ. അതിങ്ങനെ വന്നിട്ട് എന്താണ്, ഓരോ ചില്ലകളിലും അതേപോലെ ഓരോ പത്തോം എന്ന് പറഞ്ഞാൽ ഇലകളുടെ ഇടയിലും, അതുപോലെ ഫുനഗി ഡാലി എന്നൊക്കെ പറഞ്ഞ് ചില്ലകളുടെ ഇടയിലും കൊമ്പുകളുടെ ഇടയിലൊക്കെ ഇരുന്ന് എന്താണ് ഒളിച്ചിരുന്ന് പാട്ട് പാടുന്നു. അതുപോലെ താഴെ പെട്ടെന്ന് ഇറങ്ങി വന്നിട്ട് ദാന എന്ന് പറഞ്ഞ ധാന്യങ്ങൾ കൊത്തിപ്പെറുക്കി കഴിച്ചിട്ട് പെട്ടെന്ന് പറന്നു പോകുന്നു. ഇതൊക്കെ ഓർമ്മയുണ്ടല്ലോ ഈ കവിതാ വരികളൊക്കെ അല്ലേ. അതേപോലെ ഈ കൊമ്പിൽ നിന്നും അല്ലെങ്കിൽ ഈ ജില്ലയിൽ നിന്നും അടുത്ത ജില്ലയിലേക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തത്തി പറന്ന് നടക്കുന്ന നമ്മളുടെ നീലിച്ചിടിയ അല്ലേ. എത്ര വിളിച്ചാലും ലാക്ക് പുലാവും എന്താണ് 1,00,000 പ്രാവശ്യം വിളിച്ചാലും നമ്മളുടെ അടുത്തേക്കൊന്നും വരുമൊന്നുമില്ല അല്ലേ. എന്താണ് കാരണം? എന്താണ്? പേടിച്ചിട്ടാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അപ്പോൾ പേടിച്ചിട്ട് നമ്മളുടെ അടുത്തേക്ക് വരുമൊന്നും ചെയ്യൂല. നീലാകാശത്തുനിന്ന് വന്ന ഒരു വ്യത്യസ്തമായ നല്ല ഭംഗിയുള്ളൊരു നീലപക്ഷീനെ കുറിച്ചുള്ള പാഠം അല്ലേ. ഈ പാഠത്തിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ ചെയ്തതാണ് കവിതാവരികളെ വാക്യ രൂപത്തിൽ എഴുതാൻ പഠിക്കുക. അപ്പം അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം ചിപ്കർ ഗാന എന്ന് അവിടെ തന്നു നമുക്ക് അല്ലേ. ആദ്യം നമുക്ക് അങ്ങനെ ഒരു കവിതാ ശകലം തന്നു. അതിനനുസരിച്ച് നമ്മളത് വാക്യ രൂപത്തിൽ എഴുതി. ചിടിയ ചിപ്കർ ഗാത്തി ഹേ. അത് അങ്ങനെയാണ് വാക്യങ്ങൾ ഉണ്ടാക്കുക എന്ന് നമ്മൾ പഠിച്ചു ഇല്ലേ. ബാക്കി വാക്യങ്ങളും നമ്മൾ ഉണ്ടാക്കി. അതിനുശേഷം മറ്റൊരു ആക്ടിവിറ്റി ആയിരുന്നു കവിതയിലുള്ള അതേ അർത്ഥം വരുന്ന വാക്കുകൾ കണ്ടുപിടിക്കാൻ ഒരു കുഞ്ഞു മരം തന്നിട്ട് ആ വാക്കുകളൊക്കെ നന്നായിട്ട് പഠിക്കുക കേട്ടോ. പരീക്ഷയ്ക്ക് എന്തായാലും ഒരു 3-4 എന്താ പറയുക ഒരേ അർത്ഥം വരുന്ന വാക്കുകൾ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാമല്ലോ. അതിനു വേണ്ടിയിട്ട് അത് പഠിക്കുക. അതേപോലെ കവിത ഒരു 3-4-5 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് വായിക്കാം. അപ്പം ആ കവിതേൻ്റെ അതേ അർത്ഥം വരുന്ന ഒരു സെൻറ്റൻസ് വന്നു കഴിഞ്ഞാൽ ആ കവിതാ വരികൾ നമുക്കപ്പം പെട്ടെന്ന് എടുത്ത് എഴുതാൻ കഴിയും. കവിത തന്നിട്ടും ഉണ്ടാവും അതിൻ്റെ കൂടെ വർക്കിൽ. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കത് ചെയ്യുകയും ചെയ്യാം. ഇനി നമുക്ക് നേവാലി കാരൊക്കെ കൂട്ടി എഴുതാൻ നമ്മൾ ഉദാഹരണം അവിടെ തന്നിട്ടുണ്ട്. ഉടനെ കാര്യം ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്ന രീതിക്ക് അല്ലെ. പി എന്ന് പറഞ്ഞാൽ കുടിക്കാന്നുള്ള അർത്ഥം വരുന്ന വാക്കുകളാണ് പറഞ്ഞാൽ കുടിക്കുന്ന എന്നുള്ള അർത്ഥം വരും അല്ലെ. അങ്ങനെയുള്ളത് പഠിച്ചു. പിന്നെ ചിത്രങ്ങൾക്കനുസരിച്ച് 4 വരി കവിത. അടുത്ത നമ്മളുടെ പാഠം രൂരു. രൂരു ആരായിരുന്നു? രൂരു ഒരു കങ്കാരുവിന്റെ കുഞ്ഞായിരുന്നു. കങ്കാരുവിന്റെ കുഞ്ഞിന് എന്താണ് നമ്മൾ പറയാ? ജോയ്സ് എന്നാണ് പറയാ. അതേപോലെ കുത്തേന്റെ കുഞ്ഞിന് എന്താ പറയാന്നും പഠിച്ചിട്ടുണ്ടായിരുന്നു. പിള്ള. അതേപോലെ ബില്ലി പൂച്ചേന്റെ കുഞ്ഞിന് ബിലൗട്ട. അതേപോലെ ബാക്കി കുറച്ച് കുഞ്ഞുങ്ങളെ കുറിച്ച് കൂടെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. എന്തുകൊണ്ടാ അമ്മ രൂരുവിനെ രൂരു എന്ന് വിളിച്ചോണ്ടിരുന്നേ? ഹമേശ റോത്താരാത്താത, അതായത് എപ്പോഴും കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു അല്ലെ. എന്തുകൊണ്ടാണ് കരഞ്ഞോണ്ടിരുന്നേ? ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. എന്നിട്ട് അമ്മ അവനെ പോക്കറ്റിൽ നിന്ന്, അമ്മേന്റെ ജേബ് എന്നാണ് പോക്കറ്റിന് പറയാ, ജേബിൽ നിന്ന് ഇറക്കി വിട്ടു. എന്നിട്ട് ജേബിൽ നിന്ന് ഇറങ്ങി പോയിട്ട് എന്താണ് രൂരു ആരെ കണ്ടു? ഒരു ചിടിയേനെ കണ്ടു. ചിടിയ എന്ന് പറഞ്ഞ പക്ഷിയാണെന്ന് അറിയാലോ. ചിടിയേനെ കണ്ടു. ചിടിയായിട്ട് സുഹൃത്തായി. ചിടിയന്റെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞിട്ട് ചിടിയന്റെ കൂടെ പോയിട്ട് എന്ത് ചെയ്തു? ചിടിയന്റെ കുഞ്ഞുങ്ങളെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് രൂരുവിന്റെ രൂരു അമ്മ കങ്കാരുവിന്റെ പോക്കറ്റിൽ സൂക്ഷിച്ചു അല്ലെ. എന്നിട്ട് ആ സന്തോഷത്തില് ചിടിയന്റെ അടുത്തുനിന്ന് രൂരു ജോയ്സിന് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്ന സംഗീതവും ചിടി എന്ത് ചെയ്തു? പഠിപ്പിച്ചു കൊടുത്തു അല്ലെ. ഇങ്ങനെ ഒരു കഥയാണ് രൂരുവിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. രൂരു എന്നുള്ള പാഠത്തില് എപ്പോഴും രൂരു കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. രൂരുവിന് ഫ്രണ്ട്സ് ആരും ഉണ്ടായിരുന്നില്ല. അതേപോലെ പക്ഷീനെ ചിടിയേനെ ഫ്രണ്ടായിട്ട് കിട്ടുകയും ചെയ്തു. അങ്ങനെ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി എന്ന് വെച്ചാൽ ഒരു സഹാനുഭൂതിയും അതേപോലെ സഹായത മനോഭാവം ഒക്കെ ഉള്ള ഒരാളാണ് നമ്മളുടെ രൂരു എന്നാണ് പറയുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ നമ്മളുടെ രൂരു എന്നുള്ള പാഠത്തില്. കഥയുടെ മീനിങ് എന്തായാലും മനസ്സിലാക്കുക. ഒരു 2 പ്രാവശ്യമെങ്കിലും ഒന്ന് നന്നായിട്ട് വായിക്കുകയും ചെയ്യാം കേട്ടോ.
പുതിയ പുതിയ വാക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് പരിചയപ്പെടുക, നന്നായിട്ടൊന്ന് വായിക്കുക. കവിതയും ഒരു 2, 3, 4 പ്രാവശ്യം വായിക്കുക, അതേപോലെ കഥയും ഒരു 2, 3 പ്രാവശ്യം നന്നായിട്ട് വായിക്കുക. പുതിയ വാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കാനും, അല്ലെങ്കിൽ കുറച്ച് സമയമുള്ളവര് ഒരു 3, 4, 5 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കാൻ നോക്കുക, ഇരുന്ന് നിങ്ങൾക്ക് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ. അതേപോലെ ഇനി ഇങ്ങനെ സന്ദർഭങ്ങൾ തന്നിട്ട് അതിന്റെ താഴെ എന്താണ് ആ സന്ദർഭത്തിനനുസരിച്ചിട്ടുള്ള വാക്കുകൾ തന്നിട്ടുണ്ടാവും, അതിന്ന് ഏതെങ്കിലുമൊക്കെ സെലക്ട് ചെയ്ത് എഴുതാനും പറയും. ഇത് നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ മോഡലായിട്ട് വരും. അതേപോലെ എന്താണ് കുത്ത ബില്ലിന്റെ ഒക്കെ കുട്ടികളുടെ പേരുകൾ, അത് നമുക്ക് ചിലപ്പം എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത പാഠത്തില് നമുക്ക് പഠിക്കാനുള്ളത് ബാദൽ എന്നുള്ളൊരു കവിതയാണ്. ഈ കവിതയില് മഴമേഘത്തിന്റെ ഭംഗിനെ കുറിച്ചാണ് പറയുന്നത്. ബാദൽ എന്ന് പറഞ്ഞാൽ മഴമേഘമാണല്ലോ. മഴമേഘത്തിന്റെ ഭംഗിനെ കുറിച്ചാണ് കൂടുതലായിട്ട് വിവരിക്കുന്നത്. മഴമേഘം എങ്ങനെ ഉണ്ടാവുന്നേ എന്നുള്ളത് വിവരിക്കുന്നുണ്ട്. അപ്പോ എന്താണ്, മൂടി നിൽക്കുമ്പം ഒരു കറുത്ത കമ്പിളീനെ പോലെയാണ് മേഘം എന്നാണ് പറയുന്നത്. കാലേ കമ്പല്, ചായേ ജയ്സെ ഖാലേ കമ്പൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. ഖാലേ അല്ല കാലേ, കാലേ കമ്പൽ എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പം ഈ കവിതയിൽ കുറെ എന്താണ് മേഘത്തിന്റെ വിശേഷതകളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ മേഘത്തിനെ കൂടുതലായിട്ട് വർണ്ണിച്ച ഒരു പാഠമാണ് പഠിക്കാനുള്ളത്. അതിലൊരു ചോദ്യമാണ് ബാദൽ ക്യോ സുന്ദർ ലഗ്തേ ഹെ, എന്തുകൊണ്ടാണ് ബാദല് സുന്ദരമായിട്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതെന്താണ്, കറുകറുത്ത നിറവും അതേപോലെ പല പല രൂപങ്ങൾ, പല സമയങ്ങളിൽ പല രൂപങ്ങളിലായിട്ടും ഒക്കെ കാണുന്നോണ്ട് അല്ലേ. ഇടയ്ക്ക് മരമായിട്ടും, ഇടയ്ക്ക് എന്താണ് കുതിരയായിട്ടും, ഇടയ്ക്ക് ആനകളുടെ ജോഡിയായിട്ടൊക്കെ കാണുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയല്ലേ. നമ്മൾ ആകാശത്ത് നോക്കുമ്പോൾ നമുക്ക് ഓരോ രൂപങ്ങൾ ഇങ്ങനെ തോന്നുമല്ലോ, അതിന്റെ ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉള്ളത് കൊണ്ടാണ് അതിനെ സുന്ദരമായിട്ട് തോന്നുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തൊരു ചോദ്യം കൂടെ അതിൽ വരുന്നുണ്ട്. ബാദൽ കെ ബറസ്നെ പർ കോൺ കോൺ ഖുഷ് ഹോത്തെ ഹെ, മഴ പെയ്തതുകൊണ്ട് ആരൊക്കെയാണ് സന്തോഷിക്കുന്നേന്ന്. അപ്പോ എന്താ പറയാ, മഴ പെയ്താല് അല്ലെങ്കിൽ മഴമേഘം കാണുമ്പോഴേക്കും നൃത്തം ചെയ്യുന്ന ആര്, മയിലിന് ഒരുപാട് സന്തോഷമാവും. അതേപോലെ തോണിയായിട്ട് ഇറങ്ങുന്ന കടലാസ് തോണികൾക്ക് സന്തോഷമാവും. അതേപോലെ മഴത്തുള്ളി കാണുമ്പോഴേക്കും, മഴമേഘങ്ങൾ പൊട്ടി വീഴുമ്പോഴേക്കും വാലും പൊക്കി ഓടുന്ന പശുവിനും അതുകൊണ്ട് സന്തോഷമുണ്ട് എന്നാണ് ഇവിടെ കവി പറയുന്നത്. നമ്മുടെ കവിതയിൽ അങ്ങനെയല്ലേ പറയുന്നത്. അപ്പം അതും എഴുതാൻ പറ്റും. അതൊക്കെ ഒന്ന് നോക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാം അല്ലെ. ഇപ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡലിൽ ചേഞ്ചസ് ഉണ്ട്. അപ്പം അതിന്റെ ഒരു മോഡലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഒരു കവിതാ പങ്ക്തി തന്നിട്ടുണ്ട്, ഒരു 4 വരി തന്നിട്ടുണ്ട്. അതിന്റെ അനുസരിച്ചിട്ട് എന്താണ് 1, 2, 3 ക്വസ്റ്റ്യൻസ് അല്ലെ, 3 അല്ല 4 ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതില്. അങ്ങനെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിനെല്ലാം ആൻസർ ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. എന്നിട്ട് അതിനനുസരിച്ചിട്ട് എഴുതാനാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ നോക്കിയാൽ മനസ്സിലാവും. അതിൽ 1 A എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഇപ്പം ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. 2 ക്വസ്റ്റ്യൻസ് തരും. അതിൽ നമുക്ക് മനസ്സിലാവുന്ന അറിയുന്ന ആൻസർ നമുക്ക് എഴുതാം. അങ്ങനെ ഒരു ചോയ്സ് കൊടുക്കുന്നുണ്ട്. അതിൽ 1 B ക്വസ്റ്റ്യൻ ഇവിടെയും വരുന്നുണ്ട്. കണ്ടോ, 1 B ക്വസ്റ്റ്യനിലും അത് സെയിം ഒരു മെത്തേഡാണ് ഉള്ളത്. 4 കവിതാ വരി തന്നെയാണ് തന്നിട്ടുള്ളത്. അതിനനുസരിച്ചിട്ട് ആൻസർ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓപ്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അതിൽ എന്നാലും ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ, ക്വസ്റ്റ്യൻ കണ്ടോ, മേഘ് എന്നുള്ള ശബ്ദം അതേ അർത്ഥത്തിൽ വരുന്ന ഏത് വാക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം 2 അർത്ഥങ്ങളുള്ള വാക്കുകൾ, ഒരേ അർത്ഥം വരുന്ന 2 വാക്കുകൾ, അതാണ് ഉദ്ദേശിച്ചത്. ഒരേ അർത്ഥം വരുന്ന 2 വാക്കുകൾ അങ്ങനത്തെ പഠിക്കാൻ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അതും ചോദിക്കുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ആൻസറിനായിട്ട് 4 ഓപ്ഷൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് പറയാത്തത് അത് നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. പെട്ടെന്ന് തന്നെ നമുക്ക് കവിതയിലെ വരികളുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ അതിൽ പറയുന്നുണ്ട്, അതാ ആ 2 വരി കവിത എഴുതാനുള്ളത് പറയുന്നുണ്ട്. അതേ അർത്ഥം വരുന്ന 2 വരി കവിത തന്നിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്കതും ഈസി ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അത് ചോയ്സ് ഇല്ലാത്തത് കൊണ്ടാണ് AB എന്നുള്ള ഒരു 2A അല്ലെങ്കിൽ 2B എന്നുള്ളത് കൊടുക്കാത്തത്. അതുകൊണ്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അതെന്തായാലും അറ്റൻഡ് ചെയ്യണം എന്നാണ് അതിന്റെ അർത്ഥം. അതും പാഠഭാഗത്തു നിന്ന് തന്നെയാണ്, റുരു എന്നുള്ള പാഠത്തു നിന്നാണ് വന്നിട്ടുള്ളത്. അതിലും ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് എഴുതാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഇനി അടുത്തതും എന്താണ്, റുരു ആ ഒരു കഥാഭാഗത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. റുരുവിന്റെ പാരഗ്രാഫ് തന്നതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് നീലി ചിടിയയില് ഒരു ആക്ടിവിറ്റി ആയിട്ട് തന്നിട്ടുണ്ടായിരുന്ന വാക്യങ്ങൾ ഉണ്ടാക്കാനുള്ള ആ ഒരു മോഡലിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. അത്യാവശ്യം നമ്മൾ വാക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.
ഇനി ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അടുത്തത് നോക്കുമ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് പുതിയ പാഠം സിഗിടി മച്ചിലി എന്നുള്ള പാഠത്തിൽ നിന്ന് 2 വരി തന്നിട്ടുണ്ട്. അതിന് ഒരു എന്താണ് ഓപ്ഷൻസ് ക്വസ്റ്റ്യൻസും തന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ അടുത്തതായിട്ട് ഒരു എന്താണ് കോൺവെർസേഷൻ തന്നിട്ടുണ്ട്. കോൺവെർസേഷൻ എഴുതാനുള്ള വാക്കുകളെല്ലാം സെന്റൻസുകളെല്ലാം അവിടെ താഴെ ബോക്സിൽ തന്നിട്ടുണ്ട്. അത് സെലക്ട് ചെയ്ത് എഴുതാനാണ് പറയുന്നത്. അതേപോലെ 4ാമത്തെ ക്വസ്റ്റ്യൻ വീണ്ടും എന്താണ് ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. 4A എന്നാണ് തന്നിട്ടുള്ളത് അല്ലെ. അത് പുറത്തുനിന്നുള്ള ഒരു പാരഗ്രാഫാണ്. ആ പാരഗ്രാഫിനനുസരിച്ച് ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനെ ആൻസർ ചെയ്യാൻ തന്നിട്ടുണ്ട്. അതേപോലെ പോസ്റ്ററും വരുന്നുണ്ട് അവിടെ. അപ്പം പോസ്റ്റർ നമ്മൾ പഠിച്ചതാണ്. പോസ്റ്റർ തയ്യാറാക്കാനും അവിടെ പറയുന്നുണ്ട്. നമ്മൾ പഠിച്ച മിത്രതാ ദിവസിന്റെ പോസ്റ്ററാണ് ഇവിടെയും ചോദിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്.